ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ദേ ഈ വീടും പരിസരമൊക്കെ കാണിക്കാനാണ് കേട്ടോ. ഈ വീടെന്ന് പറയുമ്പം ഇത് നമ്മുടെ പഴയ വീടാണ് കേട്ടോ. എൻ്റെ വീടല്ല, ഹസ്ബൻഡിൻ്റെ പഴയ വീടാണ്. അപ്പോൾ അവർക്ക് കുറേ മെമ്മറിയിലൊക്കെ ഉള്ള വീടായിരിക്കാം. ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. ഞാൻ വീടിൻ്റെ അകമൊന്നും കാണിക്കുന്നില്ല, കാരണം അത് വാടകയ്ക്ക് കൊടുത്തേക്കും. ആൾ ഉണ്ട്, ഇപ്പോൾ അവരവിടെ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ ആളുണ്ട്. അതുകൊണ്ട് ഞാൻ അകമൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പം നമ്മുടെ വീടിന് മുകളിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം. ഇന്ന് നല്ല കട്ട ചൂടുണ്ട് കേട്ടോ, നല്ല അടിപൊളി ചൂടാണ്. നടക്കുമ്പോൾ തന്നെ ഇതപ്പം എന്നെ നീളിലൊക്കെ കാണാൻ പറ്റുമ്പോൾ അപ്പം തന്നെ അറിയാൻ പറ്റുമല്ലോ, നല്ല അടിപൊളി ചൂടാണ്. എന്തോ ഭയങ്കര വെയിലാണ്. ഞാനിവിടെ ഒരാളെ കാണിക്കാം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പം അവനെ ഞാൻ കാണിക്കാം. ഇവിടെയൊക്കെ മരം ഉണ്ടായിട്ട് നല്ല ചൂടാണ് കേട്ടോ. എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു, പുറമൊക്കെ നല്ലോണം ചൂടെടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ആൾ ഇതാ ഇവിടാണ് നിൽക്കുന്നത്, ഇപ്പം കാണാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. ഇവിടെ ക്രാവാണ് കേട്ടോ. നമ്മൾ ഉണ്ണിക്കണം വിളിക്കുന്നതിന് മണിക്കുട്ടൻ എന്നാണ്. അവൻ എല്ലാ ക്രാവിനെയും മണിക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പെണ്ണാണെങ്കിൽ മണിക്കുട്ടി, ആണാണെങ്കിൽ മണിക്കുട്ടൻ, അങ്ങനെ തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുത്തിൽ എന്ന് വെച്ചാൽ പശുവിനെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാവൊക്കെ നിൽപ്പുണ്ട്. മാവിനകത്ത് പൂത്തു തുടങ്ങി കേട്ടോ. മാങ്ങയൊക്കെ പിടിക്കുന്ന സീസൺ ആയോ അറിയത്തില്ല. അതുപോലത്തെ ഇതൊരു പുളിഞ്ചിക്ക മരം കണ്ടോ, നിറച്ചും പുളിഞ്ചിക്കുണ്ട്. പുളിഞ്ചിക്കായി എന്തോ ഇരുമ്പിക്ക എന്നൊക്കെ പറയത്തില്ല ആ സാധനം. എല്ലാവരുടെയും നാട്ടിൽ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെ അവിടെ നിന്ന് പുളിഞ്ചിക്ക, ഇരുമ്പിക്ക, ഇരുമ്പും പുളി എന്നൊക്കെ പറയും. അതിപ്പോൾ നിറച്ചും കായ്ച്ചിരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതോ ഇഷ്ടംപോലെ പൂക്കളൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് നോക്കണ്ട, അവിടെയൊക്കെ പശുവിനുള്ള പുല്ലും അതൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെടി നിറച്ചും പൂവുണ്ടോ, നല്ല രസമല്ലേ. നേരത്തെ ഇവിടെ നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല പന്നി ശല്യമുണ്ട് ഇവിടെ കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടെയും പന്നിയുടെ ശല്യമുണ്ടോ? അപ്പോൾ ഇവിടെ മാത്രമല്ല, എൻ്റെ വീടിൻ്റെ അവിടെ നല്ല പന്നി ശല്യമാണ്. പിന്നെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട് അവിടെ, പക്ഷെ ഇവിടെ അതില്ല കേട്ടോ. ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട്. വെയിലാകുമ്പോഴാണെന്ന് തോന്നുന്നു ശരിക്കും പൂക്കുന്നതെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ നല്ല പൂക്കളൊക്കെ ആയിട്ടുണ്ട്. പുളിഞ്ചിക്ക നിന്നാൽ ചോര വെള്ളമാകുമെന്നൊക്കെ പറയുന്നേക്കാം. സത്യമാണോ എന്നറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇവിടെ അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.